ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വചനഭാഗം ധ്യാനിക്കാം. പ്രാർത്ഥിക്കുവാനായി ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ചുങ്കക്കാരനെയും പരീശനെയും കുറിച്ചാണ് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണിത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനത്തിലൂടെ നമ്മുടെ ഒരു സന്ദേശം പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ദേവാലയത്തിൽ പോകാറുള്ളവരാണ്, പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ. പക്ഷേ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകാറുള്ള മനോഭാവം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സത്യത്തിൽ ദേവാലയത്തിൽ പോകാറുള്ളത്? ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തെ പ്രതിയോ, നമ്മുടെ ജീവിതത്തിലെ അനുതാപത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാനുള്ള ആഗ്രഹത്തെ പ്രതിയോ ഒക്കെയാണോ നമ്മൾ ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ കടന്നു പോകുന്നത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് പല ദേവാലയത്തിൽ കടന്നു വരുന്ന ആളുകളെയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അവൻ്റെ വ്യക്തിപരമായ ചില ആവശ്യങ്ങളും ചില ആഗ്രഹങ്ങളും പറയാനുണ്ട്. അവൻ്റെ ചില ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി, ചില വ്യക്തിപരമായ വിഷയങ്ങൾ നടക്കുന്നതിന് വേണ്ടി, രോഗസംബന്ധമായ വിഷയങ്ങളിൽ സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി, ജോലി സംബന്ധമായ വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടി, വിദേശത്ത് ജോലി ലഭിക്കുന്നതിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള പല വ്യക്തിപരമായ വിഷയങ്ങൾ, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ദേവാലയത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പലരും ദൈവസന്നിധിയിൽ വയ്ക്കുന്ന ഇതുപോലെയുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, എന്തേ ദൈവം ഈ വിഷയങ്ങളൊന്നും അറിയുന്നില്ലേ എന്ന് തോന്നിപ്പോകും. മനുഷ്യന് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭൗതികമായ ഓരോ വിഷയങ്ങളെയും ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഉയർത്താൻ മനുഷ്യൻ ശ്രദ്ധ കാണിക്കുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. സഹോദരങ്ങളെ, ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു മകൻ്റെ ജോലി സംബന്ധമായ പ്രശ്നത്തിന് പരിഹാരം കിട്ടാൻ വേണ്ടി ഒരമ്മ നിരന്തരമായ ദൈവസന്നിധിയിൽ വന്നിരുന്ന് ആ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ദൈവം ഇങ്ങനെ ഒരു വിഷയം അറിയുന്നതേയില്ല. മറിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ദൈവം ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു പ്രത്യേക ആവശ്യം ഈ അമ്മ നടത്തുന്നതായിട്ടാണ് നമുക്ക് തോന്നുവാനായിട്ട് സാധിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ വിഷയങ്ങളും ദൈവം അറിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ് ഇതൊന്നും നമ്മൾ ദൈവസന്നിധിയിൽ ഉന്നയിക്കേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഇത് മാത്രം ദൈവസന്നിധിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ പ്രാർത്ഥനകൾ മാറിയിരിക്കുന്നു എന്നുള്ളത് തിരുത്തേണ്ടതായ ഒരു വസ്തുതയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പള്ളിയിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞായറാഴ്ചകളിൽ നിൽക്കുമ്പോൾ ആളുകൾ കൈമുത്തി പുറത്തേക്ക് പോകുന്ന ഒരു പതിവുണ്ട്. സ്തോത്രകാഴ്ചയൊക്കെ സമർപ്പിച്ച് കൈമുത്തി പുറത്തേക്ക് പോയാൽ തന്നെയും ഈ കൈമുത്തി പുറത്തു പോയ ആളുകൾ വീണ്ടും ചിലർ ലൈനായിട്ട് മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞു, മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞു, വിശുദ്ധ കുർബാന കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോൾ കൈമുത്തി നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞിട്ടും വീണ്ടും എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നു? അപ്പോൾ അവർ പറയുന്ന ഉത്തരമാണ്, അച്ഛാ മോൾക്ക് ഒരു തലവേദനയുണ്ട്, അത് കുറേ നാളായി തുടങ്ങിയിട്ട്, അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും വലിയ ആരാധനകളും ഇത്രയും വലിയ കൂദാശകളും ഇവിടെ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും നിങ്ങൾ ഈ വിഷയങ്ങളിൽ ഒരു പരിഹാരമുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്നില്ല. എന്തുകൊണ്ടാണത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല പള്ളികളിലും ഞാൻ കണ്ടിട്ടുണ്ട്, വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും മറ്റെല്ലാ ശുശ്രൂഷകളും കഴിഞ്ഞിട്ടും വീണ്ടും ഏതെങ്കിലും ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് വന്ന് ക്യൂ നിൽക്കുന്ന ആളുകൾ. ധ്യാന കേന്ദ്രത്തിലാണെങ്കിൽ പോലും പലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്. വലിയ ശുശ്രൂഷകളും ആരാധനകളും പ്രാർത്ഥനയും വചന സന്ദേശവും എല്ലാം കഴിഞ്ഞ് എല്ലാ വിഷയങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ എല്ലാം ശേഷം ആളുകളെല്ലാം പിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഒന്ന് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട്, അച്ഛാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കണം. ചില ആളുകൾ ഒരാഴ്ചത്തെ ധ്യാനം കൂടാണ്, ഒരാഴ്ചത്തെ ധ്യാനവും കഴിഞ്ഞ് വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയും കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് വീണ്ടും ഒന്ന് റിട്ടേൺ വന്നിട്ട് പറയുകയാണ്, അച്ഛാ ഇങ്ങനെ ഒരു വിഷയമുണ്ട് കേട്ടോ, ഒന്ന് പ്രാർത്ഥിക്കണം. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഇത്രയും ആരാധനകളിലും പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള കൂദാശകളിലും സംബന്ധിച്ചിട്ട് എൻ്റെ ഈ പ്രശ്നത്തിന്മേലൊരു പരിഹാരമായി എന്നുള്ള ഒരു തോന്നൽ മനുഷ്യന് കിട്ടുന്നില്ല. കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല,
അവന്റെ വിഷയത്തിന്മേൽ കൂടുതലായിട്ട് ഭാരപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവം അവന്റെ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാൻ അവൻ തയ്യാറല്ല. മറിച്ച് അവൻ ചെയ്യാനുള്ള ചില ജോലികൾ വളരെ കൃത്യമായും ഭംഗിയായും ചെയ്തു തീർക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സഹോദരങ്ങളെ, ഇവിടെയൊക്കെ നമ്മുടെ മനോഭാവങ്ങളിൽ ഉണ്ടാകേണ്ട ഒരുപാട് തിരുത്തലുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളിൽ, നമ്മൾ നടത്തുന്ന ശുശ്രൂഷകളിൽ നമുക്ക് വിശ്വാസവും ബോധ്യവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചാൽ ആ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ വിഷയങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും എല്ലാം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിന് രണ്ടാമത് ആ വിഷയത്തെ പ്രതി നമ്മൾ ഭാരപ്പെടണം? ആ സമർപ്പിക്കപ്പെട്ട വിഷയത്തിൽ തീർച്ചയായിട്ടും ദൈവം ഇടപെട്ടു എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്ത ആരാധനയുടെ അർത്ഥം? നമ്മൾ സമർപ്പിച്ച കുർബാനയുടെ ആ ബലിയുടെ അർത്ഥം എന്താണ്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത, നാം ചെയ്യുന്ന ശുശ്രൂഷകളിൽ, നാം സമർപ്പിക്കുന്ന പ്രാർത്ഥനകളിലുള്ള വ്യക്തമായ ബോധ്യം മനസ്സുകൊണ്ട് നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും ചടങ്ങുപരമായ ചില സമർപ്പണങ്ങളായി അതിനെ മാറരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇവിടെ ഈ ചുങ്കക്കാരൻ്റെ പരീശന്റെ പ്രാർത്ഥനയെ സംബന്ധിച്ച് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പരീശൻ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പരീശൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. പരീശൻ അവിടെ പറയുന്നുണ്ട്, ഞാൻ സാധാരണ മനുഷ്യരെ പോലെയോ വ്യഭിചാരികളെ പോലെയോ പിടിച്ചുപരിക്കാരെ പോലെയോ നീതികെട്ടവരെ പോലെയോ ഒന്നുമല്ല, മറിച്ച് ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതൊക്കെയിലും ദശാംശം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പറഞ്ഞ് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ചെയ്ത ഈ പ്രവൃത്തികളെ കുറിച്ച് അയാൾ പറയുന്നുണ്ട്. ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, ഞാനൊരു പിടിച്ചുപറിക്കാരനെ പോലെയല്ല, ഞാനൊരു നീതികെട്ടവനെ പോലെയല്ല, മറിച്ച് ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നുണ്ട്, ഞാൻ കിട്ടുന്നതിൽ ദശാംശവും കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇയാൾ ചെയ്ത ഈ പ്രവർത്തികൾ ശരിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇയാള് പിന്നീട് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ 14-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു, ഇയാൾക്ക് നീതീകരിക്കപ്പെട്ടവനായി പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇത്രയും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഈ മനുഷ്യന് നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചു മടങ്ങിപ്പോകാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സാധിച്ചില്ല എന്നുള്ളതാണ്. സത്യത്തിൽ അപ്പോൾ ഇയാൾ ചെയ്ത ഈ പ്രവർത്തികൾ ഇയാൾ ചെയ്യേണ്ടതല്ലായിരുന്നോ? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇയാൾ ഇത്രയും കാലം നീതികെട്ടവനായി ജീവിക്കാത്തത് കൊണ്ട് ഇയാൾക്ക് എന്ത് ഗുണമുണ്ടായി? ഇത്രയും കാലം ഇയാൾ പിടിച്ചു പറിക്കാത്തത് കൊണ്ട് ഇയാൾക്ക് എന്ത് ഗുണമുണ്ടായി? ഇത്രയും കാലം ഇയാൾ വ്യഭിചാര പ്രവൃത്തിക്ക് ചെയ്യാൻ പോകാത്തത് കൊണ്ട് ഇയാൾക്ക് എന്ത് പ്രയോജനമുണ്ടായി? ഇയാൾ ഇപ്പോഴും നീതിയില്ലാത്തവനായി തന്നെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോകേണ്ടി വന്നു. ഇയാൾ ഉപവസിച്ചതിന് എന്ത് ഫലം? ഇയാൾ ദശാംശം സമർപ്പിച്ചതിന് എന്ത് ഫലം? ഇപ്പോഴും ഇയാൾക്ക് നീതിയില്ലാത്തവനായി തന്നെ പുറത്തു പോകേണ്ടി വന്നു. കണ്ടോ, ഇയാൾ വിശ്വാസത്തിന്റെ ഒരുപാട് പ്രവർത്തികൾ തൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇയാളുടെ പ്രാർത്ഥനകളിൽ ആ പ്രവർത്തികളെ ന്യായീകരിക്കുവാൻ ഈ മനുഷ്യൻ ശ്രദ്ധിച്ചു. വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ഒരു മനുഷ്യൻ ചെയ്യണ്ടെന്നല്ല, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ദശാംശം കൊടുക്കണം, ഇതെല്ലാം തീർച്ചയായിട്ടും വചനാടിസ്ഥാനത്തിൽ ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ദൈവസന്നദ്ധിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ വിശ്വാസത്തിന്റെ തലങ്ങൾ, ഞാൻ ചെയ്തിട്ടുള്ള നന്മ പ്രവർത്തികളുടെ കണക്കുകൾ ദൈവസന്നദ്ധിയിൽ നിരത്തി വെക്കാനല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഇനിയും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, ബലഹീനതകളുണ്ടെങ്കിൽ അതിലേക്ക് നോക്കി അതിൽ നിന്ന് ദൈവസന്നദ്ധിയിൽ സൗഖ്യം സ്വീകരിക്കുവാനുള്ള ഒരു വിളിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അന്ധനായ ബർത്തിമായിയുടെ കഥ ബൈബിളിൽ നമ്മൾ കാണാറുള്ളതാണ്. ഈ ബർത്തിമായിയുടെ കഥയിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു പ്രാർത്ഥനയാണ്. ബർത്തിമായി പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. ഈ മനുഷ്യൻ അന്ധനായിരുന്നു എന്ന് ഈ വിഷയത്തിൽ തന്നെ നമുക്കറിയാം. ഇവൻ അന്ധനായിരുന്നിട്ട് പോലും ഇവൻ പ്രാർത്ഥിക്കുന്നത് യേശുവേ എനിക്ക് കാഴ്ച കിട്ടണമേ എന്നല്ല. ബൈബിളിലെ വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ് ഈ രോഗിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൈബിളിൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്ന മറ്റെല്ലാ വ്യക്തികളും അവരുടെ പ്രത്യേകമായ രോഗവിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഉന്നയിച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. പക്ഷേ ഈ അന്ധൻ വ്യത്യസ്തനാണ്. ഇയാൾ കരുണയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, കാഴ്ചയ്ക്ക് വേണ്ടിയല്ല. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. കാഴ്ച എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ട് ഈ മനുഷ്യന് കാണാനായിട്ട് സാധിക്കുന്നു. അത് ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ ആഴമുള്ള ഒരു തലമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് നമുക്കതിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാഴ്ച എന്നും സെക്കൻഡറി ആയിട്ടുള്ള ഒരു അനുഭവമാണ്.
കർത്താവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങൾ, കർത്താവിൽ നമ്മൾ സ്വീകരിക്കുന്ന സൗഖ്യം, വിടുതൽ, ഇതെല്ലാം രണ്ടാമത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ പ്രഥമമായി നമ്മൾ സ്വീകരിക്കേണ്ടത് ക്രിസ്തുവിൽ നിന്നുള്ള കരുണയുടെ ഫലങ്ങളാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ചിട്ടും ദശാംശം കൊടുത്തിട്ടും വിചാരത്തിന് പോകാതിരുന്നിട്ടും ഒന്നും ഈ വലിയൊരു ബോധ്യം ഇയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മറിച്ച് ഇയാൾ തൻ്റെ ജീവിതത്തിലെ ആ വിശ്വാസത്തിൻ്റെ പ്രവർത്തികളെ ഒന്നാമത്തെ ആയിട്ട് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ തിരിച്ചറിയണം, ജീവിതത്തിൽ കർത്താവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെ രണ്ടാം തലത്തിൽ മാത്രം നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമതായി നമ്മൾ സ്വീകരിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ കരുണയാണ്. ഇവിടെ ഈ ചുങ്കക്കാരനായ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തലം അതാണ്. ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചുങ്കക്കാരനായ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഇവന്റെ പ്രവർത്തികൾ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ ചുങ്കക്കാരനായ മനുഷ്യൻ തീർച്ചയായിട്ടും പാപം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. അമിതമായി ചുങ്കം പിരിക്കുന്ന ഒരു മനുഷ്യൻ, പണത്തോട് അത്യധികമായി ആർത്തിയുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ ജനത്തിന്റെ മുഴുവൻ വെറുപ്പ് സമ്പാദിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. ആർക്കും ഈ മനുഷ്യനെ ഇഷ്ടമല്ല. ചുങ്കക്കാരൻ എന്നത് പൊതുവെ തൻ്റെ കയ്യിലിരിക്കുന്ന പണത്തെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് യഹൂദന് ചുങ്കക്കാരനെ കാണുന്നത് ചതുർത്ഥിയാണ്. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഈ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത്, യേശുവേ, ഞാൻ പാപിയാണ്, എന്നോട് കരുണയുണ്ടാകണമേ. അപ്പോൾ മുൻപ് പ്രാർത്ഥിച്ച പരീശന്റെ പ്രവർത്തികൾ വിശ്വാസത്തിൻ്റെതായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരൻ്റെ പ്രവർത്തികൾ വിശ്വാസമില്ലായ്മയുടെ പ്രവർത്തികളാണ്, അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രവർത്തികളാണ്. പക്ഷേ ആദ്യം പ്രാർത്ഥിച്ചവന് നീതി കിട്ടിയില്ല, രണ്ടാമത് പ്രാർത്ഥിച്ചവന് നീതി കിട്ടി. കാരണം എന്താണ്? രണ്ടാമത്തെ പ്രാർത്ഥനയിൽ അവൻ പ്രിഫറൻസ് കൊടുത്തത്, അവൻ പ്രൊജക്റ്റ് ചെയ്ത് അവൻ്റെ വിഷയം എന്ന് പറയുന്നത് കരുണയാണ് എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നിന്നുള്ള കരുണയ്ക്ക് വേണ്ടി അവൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ ആൾക്കും അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ അറിയാം, രണ്ടാമത്തെ ആൾക്കും അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ അറിയാം. പക്ഷേ രണ്ടാമത്തെ ആൾ തൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് കരുണയ്ക്ക് വേണ്ടി യാചിച്ചു എന്നുള്ളതാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും ഈ കാലഘട്ടത്തിൽ പ്രഥമമായ ആവശ്യം ദൈവത്തിൽ നിന്നുള്ള കരുണയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഓർത്തഡോക്സ് ആരാധനയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഓർത്തഡോക്സ് പ്രാർത്ഥനകളിലും വിശ്വാസങ്ങളിലും കുദാശകളിലുമൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് കുറിയേലൈസോൻ എന്നുള്ള പദം. കർത്താവെ, കരുണ തോന്നണമേ എന്നർത്ഥമുള്ള കുറിയേലൈസോൻ എന്നുള്ള പദം. പിതാക്കന്മാർ ഈ ഒരു പദം ഏറ്റവും കൂടുതൽ ഈ ആരാധനകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിൻ്റെ ഒരു അന്തസ്സത്ത ഇതാണ്. ദൈവസന്നിധിയിൽ നിന്നുള്ള കരുണയാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഈ ലോകത്തിൽ ജീവിക്കുവാൻ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ വിശ്വാസത്തിൻ്റെതായിരിക്കാം, വിശ്വാസത്തിൻ്റെതല്ലായിരിക്കാം. ഏത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും, നമ്മൾ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവനാണെങ്കിലും, നമ്മൾ പാപമുള്ള ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്നവനാണെങ്കിലും, ദൈവസന്നിധിയിൽ നിന്നുള്ള കരുണ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു അനുഭവമാണ് എന്നുള്ള ആ തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുള്ളതാണ്. അതുകൊണ്ട് രോഗങ്ങൾ മാറാൻ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു വ്യക്തി മനസ്സിലാക്കൂ, നീ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നിന്റെ രോഗം മാറാനല്ല. അതുപോലെ തന്നെ കടബാധ്യതകൾ മാറാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു പോകുന്ന സഹോദര, നീ മനസ്സിലാക്കൂ, നീ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് നിന്റെ കടബാധ്യത മാറാനല്ല. മക്കളുടെ വിഷയം, ജോലി സംബന്ധമായ വിഷയം, IELTS പാസ്സാവുക, എൻട്രൻസ് പാസ്സാവുക, നഴ്സിംഗ് പാസ്സാവുക, വിദേശത്ത് ജോലി ലഭിക്കുക, ഇങ്ങനെയുള്ള നിന്റെ വിഷയങ്ങളുടെ പട്ടിക ദേവാലയത്തിൽ നീ നിരത്തി വെക്കുമ്പോൾ അതിനു മുൻപ് ദൈവസന്നിധിയിൽ നിന്നുള്ള കരുണയ്ക്ക് വേണ്ടി നീ അപേക്ഷിക്കേണ്ടതുണ്ട്. ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് അറിയാമോ? പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്നുള്ള കരുണ നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഈ അനുഗ്രഹങ്ങളെ കിട്ടാതെ പോകുന്നു. കരുണയിൽ കലർന്ന അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ കരുണയിൽ കലർന്നാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്താ നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടുന്നതിൻ്റെ കാരണം? അത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കരുണയിൽ കലർന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു പലപ്പോഴും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നം. നമ്മൾ കരുണയെ കലർത്താതെ അനുഗ്രഹത്തെ മാത്രമായിട്ട് മേടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ
കരുണയിലൂടെ അല്ലാതെ ഒരനുഗ്രഹത്തിനും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവം നമ്മിൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളും വെറും ദാനം മാത്രമാണ്. അവന്റെ കരുണയുടെ ഒരു തലം മാത്രമാണ്. അവന്റെ കരുണയുടെ സമ്പന്നതയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഒരംശമാണ് അവന്റെ അനുഗ്രഹം എന്നുള്ളത് തിരിച്ചറിയണം. അതുകൊണ്ട് അനുഗ്രഹത്തെ എന്നും ആ ഒരു സെക്കൻഡറി ആയിട്ട് തന്നെ കണ്ടുകൊണ്ട്, സൗഖ്യത്തെ, വിടുതലിനെ സെക്കൻഡറി ആയിട്ട് തന്നെ കണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പ്രഥമമായി കരുണയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനുള്ള ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വളരേണ്ടതുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇവിടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ ചുങ്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുറവിനെ കുറിച്ച് നല്ലവണ്ണം ബോധവാനായിരുന്നു എന്നുള്ളതാണ്. നല്ലവണ്ണം ബോധവാനായിരുന്നു അവന്റെ തെറ്റെന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. അവൻ ആ തെറ്റിന്റെ പ്രവൃത്തിയിൽ ജീവിക്കുമ്പോഴും അവന്റെ കുറവിനെ കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുറവിനെ കുറിച്ചുള്ള അമിതമായ ഭാരം ഇവന്റെ മനസ്സിനെ അസ്വസ്ഥനാക്കിയിട്ട് അതിനെ തമ്പുരാന്റെ മുൻപിൽ ഇറക്കി വെക്കുന്ന ഈ ചുങ്കക്കാരന്റെ ഒരു മനോഭാവമാണ്. നമുക്ക് ഈ ഒരു ബോധമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ മനുഷ്യന് കുറവുകളെ കുറിച്ച് ബോധമില്ല. ഇവിടെ പരീക്ഷനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് അവന്റെ കുറവുകളെ കുറിച്ചുള്ള ബോധമില്ലായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അവന് കുറവുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവൻ വിനയമില്ലാതെ അഹങ്കാരത്തോടെ പ്രാർത്ഥിക്കുന്നത് തന്നെ അവന്റെ ഒരു കുറവാണ് എന്ന് നമുക്കറിയാം. ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല എന്ന് പ്രാർത്ഥിക്കുന്നത് അവന്റെ ജീവിതത്തിലെ വലിയൊരു കുറവാണ്. പക്ഷേ തനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ വലിയ പ്രവൃത്തികൾ ചെയ്യുന്ന ഈ പരീക്ഷനേക്കാൾ ദൈവം ഇഷ്ടപ്പെട്ടത് തൻ്റെ കുറവിനെ വ്യക്തമായി ബോധ്യമുള്ള, കുറവിനെ കുറിച്ച് വ്യക്തമായ തിരിച്ചറിവുള്ള ഈ ചുങ്കക്കാരനെയാണ്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെയായിരിക്കണം എന്നുള്ളത്. തൻ്റെ കുറവിനെ, തൻ്റെ വീഴ്ചയെ, തൻ്റെ ഓരോ വീഴ്ചകളെയും ബലഹീനതകളെയും കൃത്യമായി തിരിച്ചറിയുന്നവനായിരിക്കണം ഒരു വിശ്വാസി എന്നുള്ള ആ ഒരു ബോധ്യവും ഉൾക്കാഴ്ചയും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ യഥാർത്ഥമായി, ആത്മാർത്ഥമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ട് നിങ്ങളെ ന്യായീകരിക്കേണ്ടതില്ല. പലപ്പോഴും ചില പ്രാർത്ഥനായോഗങ്ങളിലൊക്കെ കടന്നു ചെല്ലുമ്പോഴും ചില ആളുകളുടെ നീണ്ട പ്രാർത്ഥന കേൾക്കാറുണ്ട്. നല്ലവണ്ണം വാതോരാതെ നല്ല ഭാഷയിൽ പ്രാർത്ഥിക്കാൻ അറിയുന്ന, ഇഷ്ടപ്പെടുന്ന ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന ചില വാചകങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചിലർ പ്രാർത്ഥിക്കും, കർത്താവേ, ഈ സമയത്ത് അനേകർ ടിവിയുടെ മുമ്പിലിരിക്കുമ്പോൾ, അനേകർ പാപത്തിന്റെ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ, അനേകർ മദ്യശാലകളിൽ കൂടെ കടന്നു നടക്കുമ്പോൾ ഞങ്ങൾക്ക് നിന്റെ സന്നദ്ധയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞല്ലോ, അതിന് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ചില പ്രാർത്ഥനകൾ കേൾക്കാറുണ്ട്. രാത്രി ജാഗരണ പ്രാർത്ഥനകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ, കർത്താവേ, ഈ സമയത്ത് ലോകം ഉറങ്ങുമ്പോൾ നിന്റെ മക്കളായ ഞങ്ങൾ നിന്റെ സന്നദ്ധയിൽ ഉണർന്നിരിക്കുകയാണല്ലോ. ഇങ്ങനെയുള്ള ചില പ്രാർത്ഥനകൾ ഞാനതിനെ വളരെ സങ്കടത്തോടെ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ സമയത്ത് ലോകം മുഴുവൻ ഉറങ്ങുകയാണത്രേ. ലോകത്തിന്റെ മനുഷ്യർ ഉറങ്ങുകയാണ്. ഞങ്ങൾ ചില ദൈവമക്കൾ മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നിന്റെ സന്നദ്ധയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ് തുടങ്ങിയ പ്രാർത്ഥനകൾ സത്യത്തിൽ ഇത് ഈ പരീക്ഷന്റെ അതേ മനോഭാവത്തിലുള്ള പ്രാർത്ഥനകളല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ പാപത്തെക്കുറിച്ച് ഉള്ള വ്യക്തമായ തിരിച്ചറിവും അതിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ള നമ്മുടെ ദാഹവും അപ്രകാരം ദൈവസന്നിധിയിൽ നിന്ന് കരുണ സ്വീകരിക്കുവാനും ആ കരുണയിൽ കലർന്നു വരുന്ന ചില അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളുവാനും നമ്മൾ തയ്യാറാകണമെന്നുള്ള സന്ദേശമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനഭാഗത്തുകൂടെ നമ്മുടെ മുൻപിൽ ഇന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. വ്യക്തമായ നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള ബോധ്യം നമുക്കിന്നുണ്ടാകട്ടെ എന്നുള്ളതാണ്. ഇവിടെ പരീക്ഷനായിരുന്നിട്ട് പോലും ഈ മനുഷ്യൻ ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിന്ന ഒരാളായിരുന്നിട്ട് പോലും ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കുറവുണ്ടായി. കാരണം പ്രാർത്ഥിക്കേണ്ടത് യഥാർത്ഥത്തിൽ എങ്ങനെ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ആളാണ് പരീക്ഷനെന്ന് ഓർക്കണം. ഒരു പ്രാർത്ഥന നയിക്കേണ്ട ആളാണ് പരീക്ഷൻ. പക്ഷെ ഈ പരീക്ഷന് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇയാളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോയത്. ഇയാളുടെ പ്രവൃത്തി കൊണ്ടല്ല ഇയാളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോയത്, പ്രാർത്ഥിക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ്. മനുഷ്യനെ പ്രാർത്ഥിപ്പിക്കേണ്ടവനാണ്, ജനത്തെ പ്രാർത്ഥനയിലേക്ക് നയിക്കേണ്ടവനാണ്. പക്ഷെ അവന് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നറിയില്ല. പ്രാർത്ഥിക്കേണ്ട സമയത്തുള്ള മനോഭാവം എന്തെന്ന് ഇവനറിയില്ല. പക്ഷേ ചുങ്കക്കാരനോ പ്രാർത്ഥനയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവനാണ്. പക്ഷേ അവന്റെ നിഷ്കളങ്കതയിൽ നിന്ന് യഥാർത്ഥമായ പ്രാർത്ഥന അവനിൽ നിന്ന് വരികയും ചെയ്യും. അപ്പോൾ സഹോദരങ്ങളെ, ബലഹീനത എന്ന് പറയുന്നത് ഏതു മനുഷ്യന്റെ ജീവിതത്തിലും കടന്നു വരുന്ന ഒരു തലമാണ്.
പ്രാർത്ഥിക്കാൻ അറിയില്ല. പ്രാർത്ഥിക്കാൻ അറിയേണ്ടവനും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ടവനും പ്രാർത്ഥിക്കാൻ അറിയാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മളെ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ പള്ളിയുമായിട്ട് ഒത്തിരി അടുത്ത് നിൽക്കുന്നവരായിരിക്കാം, ദേവാലയത്തിൽ പോകുന്നവർ, ആരാധനയിൽ സംബന്ധിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളുടെ പല പ്രാർത്ഥനകളിലും ഈ അഹങ്കാരവും സ്വാർത്ഥതയും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നും ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം നമ്മളെ തന്നെ. ദൈവസന്നിധിയിൽ നമുക്ക് തീവ്രമായി ദാഹിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ ആഗ്രഹിക്കാം, കരുണയിൽ കലർന്ന അനുഗ്രഹങ്ങൾ. അതുകൊണ്ട് കരുണയ്ക്ക് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് യഥാർത്ഥ പ്രാർത്ഥനയുടെ അന്തസത്ത, അതിൻ്റെ ശൈലി, അതിൻ്റെ രീതി, അതിൻ്റെ പിന്നിലുള്ള മനോഭാവം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചന